രാഷ്ട്രീയം തന്റെ സിനിമാ ജീവിതത്തെ ബാധിച്ചുവെന്ന് സുരേഷ് ഗോപി അവാർഡ് പട്ടികയിൽ നിന്നും പലപ്പോഴും തന്റെ ചിത്രങ്ങൾ ഒഴിവാക്കപ്പെട്ടുവെന്നും അവാർഡ് മുടക്കുന്ന ജൂറി അംഗങ്ങളെ തനിക്ക് അറിയാമെന്നും താരം പറഞ്ഞു. മനോരമ ന്യൂസിന്റെ ന്യൂസ് മേക്കർ 2025 പുരസ്കാരം ഏറ്റുവാങ്ങിയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. കേന്ദ്രമന്ത്രിയായത് കാരണം കേന്ദ്ര ജൂറി തന്റെ സിനിമകൾ പരിഗണിച്ചില്ല. കേന്ദ്ര സർക്കാരിനോട് അക്കാര്യത്തിൽ തനിക്ക് അഭിമാനമുണ്ട്. ഒരിക്കൽ പോലും താൻ പത്മ അവാർഡിന് വേണ്ടി അപേക്ഷിച്ചിട്ടില്ല. അതേസമയം പലർക്കും വേണ്ടി ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് നടൻ പറഞ്ഞു. അതേസമയം നടന്റെ പരാമർശത്തിനെതിരെ കടുത്ത പരിഹാസമാണ് സോഷ്യൽ മീഡിയ ഉയർന്നു വരുന്നത്. വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുമായി എത്തി. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് പിന്നെ അവാർഡ് കിട്ടേണ്ട ഏത് പടമാണ് സുരേഷ് ഗോപി ചെയ്തത് എന്നാണ് പലരുടെയും ചോദ്യം. ഇപ്പോഴത്തെ കാലത്ത് അഭിനയമല്ലല്ലോ രാഷ്ട്രീയമല്ലേ അവാർഡ് കിട്ടാനുള്ള മാനദണ്ഡം എന്ന് പലരും കുറിച്ചു. ചില കമന്റുകൾ ഇങ്ങനെ: കേന്ദ്രത്തിൽ ആര് ഭരിക്കത്തിരിക്കുന്നോ ആ പാർട്ടിയുടെ കൂടെ ആയിരിക്കും ഇന്നും അണ്ണൻ. ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് അണ്ണൻ VS അച്യുതാനന്ദന്റെ ആരാധകനായി CPM സമരവേദികൾ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. CPM പിന്തുണ പിൻവലിച്ചതിനു ശേഷം നിലവിൽ രണ്ടാം UPA സർക്കാർ കാലത്ത് അണ്ണൻ വിനീതനായ കോൺഗ്രസ് അനുയായിയായിരുന്നു. ആ കാലത്തിൽ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും ആ പേര് അന്ന് അണ്ണൻ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോൾ നിമിഷം വൈകാതെ അണ്ണൻ BJP പ്രവർത്തകനായി രൂപാന്തരം പ്രാപിച്ചു. രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ ഇത്രയധികം മെയ്വഴക്കം കാണിച്ചിട്ടും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വിനീതനായി ഇത്ര നയമത്വത്തോടെ അഭിനയിച്ചിട്ടും ആ സർക്കാരുകളെല്ലാം അണ്ണന് മികച്ച നടനുള്ള പുരസ്കാരം നൽകാതെ ഒഴിവാക്കിയെന്ന് എന്തുകൊണ്ടായിരിക്കും എന്നത് അണ്ണനെപ്പോലെ എന്നെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ഇപ്പോഴും ഭരണപക്ഷത്തിന്റെ MP അല്ലേ, അഭിനയിച്ചില്ലെങ്കിലും കിട്ടുമല്ലോ അവാർഡ്. കിലോ കണക്കിന് തൂക്കിക്കൊടുക്കുകയാണല്ലോ ഇപ്പോൾ. അർഹത ഉണ്ടായിട്ടും ചോദിച്ചു മേടിക്കുന്നില്ലെന്ന് മാത്രം. സുരേഷ് ജി, അതിനു മുമ്പ് അവാർഡ് കിട്ടാൻ മമ്മൂട്ടിക്ക് പകരക്കാരനായി പ്രമേയത്തിൽ ഇയാളാണോ അഭിനയിച്ചത്? പിന്നെ കേന്ദ്ര പുരസ്കാരങ്ങൾ BJP കളിക്കുന്ന കളികൾ എല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി ഇപ്പോൾ വാ തുറന്നിട്ടുണ്ടോ? വെറുപ്പും വിദ്വേഷവും ജാതീയതയും സംസാരിക്കാനല്ലേ ഇയാൾ വാ തുറക്കുക എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ.